Hello, I am Smitha K, Assistant Professor in the Department of BWO, Industrial Instrumentation and Automation at MES College, Marampally. ഇന്നത്തെ നമ്മുടെ ടുഡേയ്സ് ലെസൺ എന്ന് പറഞ്ഞാൽ ലെസൺ 4 ആണ്. ജങ്സ് അനലിറ്റിക്കൽ തിയറി. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആഫ്റ്റർ റീഡിംഗ് ദിസ് ലെസൺ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫോളോയിങ്: ദ ബയോഗ്രഫിക്കൽ ഫോഴ്സസ് ഇൻ ദ ലൈഫ് വർക്ക് ഓഫ് കാൾ ഗസ്റ്റവ് ജങ്, analytical psychology, then basic propositions of Jung's theory of personality, the structure of personality according to Jung, then Jung's view of personality dynamics, then individuation and transcendent functions of personality, then Jung's view of complexes, then archetype and development of personality described by Jung. ഇതൊക്കെ എന്താ നമ്മൾ പഠിക്കും, ഓരോന്നിൻ്റെ വേർഡ് മീനിങ്ങോ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പഠിക്കും. ദ ആപ്ലിക്കേഷൻസ് ഓഫ് പേഴ്സണാലിറ്റി തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ ജങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലെസൺ പഠിച്ചു കഴിയുമ്പം ഓക്കെ ആവണം, ഇത്രയും കാര്യങ്ങളിൽ ആൻസറബിൾ ആവണം നമ്മൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജങ്സിന്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ഫ്രോയിഡിന്റെ സിഗ്മണ്ട് ഫ്രോയിഡ് പോലെ തന്നെ കാൾ ഗസ്റ്റവ് ജങ് ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസ്, സ്ട്രക്ചേഴ്സ്, ദെൻ ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യ രൂപം, ഫസ്റ്റ് സ്ട്രക്ചർ, അതുപോലെ പിന്നെ ടെസ്റ്റുകൾ, ഓരോ പേഷ്യൻറ്റിനുള്ള ടെസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ് ഗസ്റ്റവ് ജങ്. അപ്പം അയാളുടെ ബയോഗ്രഫി പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ ഡെവലപ്പ് ചെയ്ത തിയറീസിൽ അയാളുടെ പേഴ്സണാലിറ്റിയും കൂടെ എഫക്റ്റഡ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അയാളുടെ ബയോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓൺ ജൂലൈ 26 ഇയറും ഡേറ്റും ഒക്കെ ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. 1875 കാൾ ഗസ്റ്റവ് ജങ് വാസ് ബോൺ ഇൻ കെസ്വിൽ, സ്വിറ്റ്സർലൻഡ് എന്ന് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ഹി വാസ് ദ സെക്കൻഡ് ചൈൽഡ് ഓഫ് റെവറൻഡ് പോൾ ജങ് ആൻഡ് എമിലി പ്രിസിവെക്. അപ്പൊ ഇതാണ് ഫാദറിന്റെയും മദറിന്റെയും പേര്. അയാളുടെ ഫാദർ ഒരു പാസ്റ്ററായിട്ട് മാറി പിന്നീട്. ഇംപൊവറിഷ്ഡ് ഫാമിലിയാണ്, എന്ന് വെച്ചാല് ലാർജ് ഇംപൊവറിഷ്ഡ് ഫാമിലീസ്. അയാളുടെ, അതായത് ഗ്രാൻഡ് പാരൻസ് അത്ര ദരിദ്രരായിരുന്നു. പാരൻസ് ഈ ജങ്സിന്റെ പാരൻസ് അവരുടെ പാരൻസിന്റെ, അതായത് ഈ ജങ്സിന്റെ ഗ്രാൻഡ് ഫാദറുടെ മദറുടെ എന്തായിരുന്നു പറഞ്ഞാൽ ലാസ്റ്റ് ബോൺ, ഏറ്റവും ലാസ്റ്റത്തെ കുട്ടികളായിരുന്നു ഈ ജങ്സിന്റെ അച്ഛനമ്മമാര്. ഓക്കെ, ആരും മ്യൂട്ട് ചെയ്യണ്ടേ, ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. അപ്പം അവരുടെ ഒരു ദരിദ്ര കുടുംബമായിരുന്നു. പക്ഷെ പിന്നീട് ജങ്സിന്റെ ഫാദർ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഹീബ്രു പഠിച്ചിട്ട്, ആരും മ്യൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഹീബ്രു പഠിച്ചിട്ട് ഒരു പാസ്റ്ററായി മാറി. അപ്പോൾ തിയോളജിക്കൽ സ്റ്റഡീസ്, ദൈവികമായ പഠനങ്ങളൊക്കെ നടത്തി ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്ററായിട്ട് മാറി. അപ്പോൾ പാസ്റ്ററായി മാറിക്കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് അവരുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉണ്ടായി. ദെൻ ഈ ജങ്സ് മിക്കവാറും ഫാദറിന്റെ തിയറീസിനോട്, റിലീജിയസ് ആയിട്ടുള്ള തിയറീസിനോട്, ആരും മ്യൂട്ട് ചെയ്യാനുള്ള ആണോ? ഓക്കെ. അപ്പോൾ ഫാദറിന്റെ തിയറീസ്, റിലീജിയസ് ആയിട്ടുള്ള ഫോർമാലിറ്റീസിനോടൊക്കെ എഗ്രി ചെയ്യുമായിരുന്നു. പക്ഷെ ആക്ച്വലി ആ റിലീജിയസിന്റെ എക്സ്പീരിയൻസസ്, റിലീജിയസ് ആയിട്ടുള്ള പാസ്റ്റർ ആണല്ലോ, അപ്പൊ റിലീജിയസ് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ ഫാദറിനോട് യോജിച്ച് പോകാറുണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ. ഇനി മദറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഹോംലി ആയിരുന്നു ആള്, അതോറിറ്റേറ്റീവ് ആയിരുന്നു. ഓവർ വെയിറ്റ് എന്ന് വെച്ചാൽ ഹോംലി എന്നുള്ളത് കുറച്ച് ഹോംലി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഓവർ വെയിറ്റ് എന്ന്, അതായത് അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഫാമിലി മാറ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു സാധാരണ ഹൗസ് വൈഫ് ആയിരുന്നു മദർ. പവർഫുൾ ആയിരുന്നു, പക്ഷെ കുറച്ച് ഇമോഷൻ ഡിസോർഡേഴ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ, ചെറിയ ഇമോഷൻ ഡിസോർഡേഴ്സ് ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു പ്രാവശ്യം പറയുന്നത് ആയിരിക്കില്ല ചിലപ്പോൾ പിന്നീട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, അങ്ങനെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് ജങ്സിന് ഈ ഫീമെയിലിനോടുള്ള ഒരു ചെറിയ ചില ഡിസ്ട്രസ് എന്ന് പറഞ്ഞാല് അവിശ്വസനീയത, എന്താ ഇങ്ങനെ എന്നുള്ളത്, അത് ആ ചെറുപ്പത്തിൽ അങ്ങനെ കണ്ടു വളർന്നത് കൊണ്ട് ഫീമെയിലിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിട്ട് മാറി.
അപ്പൊ അത് അയാളുടെ ക്യാരക്ടറിനെ എഫക്ട് ചെയ്തു എന്നാണ് അർത്ഥം. ജങ് വാസ് ഇൻട്രോവേർട്ടഡ് ആൻഡ് സോളിറ്ററി. ഹി ഡിസ്ലൈക്ഡ് സ്കൂൾ ആൻഡ് നെവർ വാണ്ടഡ് ടു സ്പെൻഡ് ടൈം ഓൺ ഹിസ് ഫോർമൽ സ്റ്റഡീസ്. യൂഷ്വലി അയാൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് എന്താണോ ട്രൂലി അയാളെ എന്താണോ ഇൻസ്പയർ ചെയ്യുന്നത്, വെസ്റ്റേൺ കൺട്രീസിലെ സ്റ്റഡിയുടെ ഒരു ഫോർമാറ്റ് അതാണല്ലോ, നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര പ്രോബ്ലം ഉള്ളതല്ല അത്. നോർമൽ സ്കൂൾ സ്റ്റഡീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, അയാളെ റിയലി എന്താണ് ഇൻസ്പയർ ആക്കുന്നത്, എന്താണ് അയാൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് തിരിഞ്ഞു പോകാനായിട്ടായിരുന്നു അയാൾക്ക് നോർമൽ സ്കൂൾ സ്റ്റഡീസിനേക്കാൾ താല്പര്യം. He thus found his way to the School of Medicine in the University of Basel and specialized in psychiatry. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് താല്പര്യം സൈക്യാട്രിയിലായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബസലിൽ സ്പെഷ്യലൈസ് ചെയ്തു സൈക്യാട്രി. ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റും അവിടെയൊക്കെ. നമ്മുടെ പോലെ അടിച്ച് ഏൽപ്പിക്കുന്നതല്ല അവിടുത്തെ സ്റ്റഡീസ് ഇപ്പോഴും. On February 4th, 1903, Jung was ordered to Yemen Rashanla. In 1905, he taught at the University of Zurich. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹി ഡെലിവേർഡ് ലെക്ചേഴ്സ് ഓൺ സൈക്കോ പാത്തോളജിക്കൽ, സൈക്കോ അനാലിസിസ് ആൻഡ് ഹിപ്നോസിസ്. അതിന്റെയൊക്കെ അപ്പൊ പ്രൊഫസർ ആയിരുന്നു. ലെക്ചേഴ്സ് ഒക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അയാള്. പിന്നെ ഇവർക്ക് ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, ഒരു ചെറിയ പോയിന്റും കൂടെ ഇവിടെ ഉണ്ട്. ഫ്രോയിഡുമായിട്ട് ഒരു ചെറിയ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പൊക്കെ അവർ ഫോം ചെയ്തിരുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെയാണ് അവർ പോയിരുന്നത്. പക്ഷെ ജങ്സിന് ഫ്രോയിഡിന്റെ എല്ലാ ഐഡിയാസിനോടും കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് സ്പ്ലിറ്റ് ആവുകയൊക്കെ ചെയ്തു. അപ്പൊ ജങ്സ് അതിൽ നിന്ന് പിരിഞ്ഞു പോന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം rest of his life was successful both personally and professionally. അങ്ങനെ ആ കമ്പനി വിട്ടതിന് ശേഷം എന്തുകൊണ്ടോ അയാളുടെ ലൈഫ് പ്രൊഫഷണലിയും പേഴ്സണലിയും വളരെ പെർഫെക്റ്റ് ആയിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് സൈക്യാട്രി. അത് അമേരിക്ക, ആഫ്രിക്ക, ഈജിപ്റ്റ്, ഇന്ത്യ, സിലോൺ എല്ലായിടത്തും അങ്ങനെ വളരെ വൈഡായിട്ട് ഒരു പബ്ലിസിറ്റി കിട്ടിയ, പോപ്പുലാരിറ്റി കിട്ടിയ ബുക്സ് ആയിരുന്നു അയാളുടേത്. അനാലിറ്റിക്കൽ സൈക്കോളജി, ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു ജങ്. ഉണ്ടോ? ഇത്രയും നേരം നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററിലും ഫ്രോയിഡാണ് പഠിച്ചത്, ഇപ്പൊ ജങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. This breadth of intellectual study coupled with the style of writing makes his theory one of the most difficult to understand in the entire discipline of personology. അപ്പൊ ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി എന്തൊക്കെ അയാൾ റെഫർ ചെയ്യുന്നുണ്ട്, അതായത് തൊട്ട് മുകളിലുള്ള സെന്റൻസിൽ പറയുന്നുണ്ട്. ഫിലോസഫി, സൈക്കോളജി, അസ്ട്രോളജി, ആർക്കിയോളജി, മിത്തോളജി, അങ്ങനെ ഒരുപാട്. തിയോളജി ആൻഡ് ലിറ്ററേച്ചർ. തിയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവിക പഠനം. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പോലെയാണ് അയാൾ ഓരോ തിയറീസും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രാവേർഷൻ. ഈ വേർഡ് മീനിങ്, ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ അന്തർമുഖത്വം, എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാല് പുറം മോടി. രണ്ടും ഓപ്പോസിറ്റ് സെൻസ് ആണ്. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ അന്തർമുഖനായിരിക്കുക എന്ന് പറയുന്നത്, മറ്റേതോ അന്തർമുഖത. മറ്റേ എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാൽ പുറം മോടി. ചിലര് ഉള്ളിലുള്ളൊന്നും പുറത്ത് കാണിക്കാതെ ബിഹേവ് ചെയ്യുമല്ലോ, അതാണ് എക്സ്ട്രാവേർഷൻ. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇൻട്രോവേർട്സ് ആർ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പീപ്പിൾസ് എന്താണ് ചെയ്യുന്നത്? പീപ്പിൾ ഹു പ്രിഫർ ദെയർ ഇന്റേണൽ വേൾഡ് ഓഫ് തോട്ട്സ്, ഫീലിംഗ്സ്, ഫാന്റസീസ്, ഡ്രീംസ് ആൻഡ് സോ ഓൺ. അല്ലെ? നമുക്കറിയാം ഇൻട്രോവേർട്ട് ഒരാള് അന്തർമുഖത്വം ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി എല്ലാവരിലും എല്ലാം ഉണ്ട്, അത് നമുക്കറിയാം. എന്നാൽ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി എന്താ ചെയ്യുന്നത്? അവനവന്റെ തോട്ട്സ്, അവനവന്റെ ഫീലിങ്സ്, ഡ്രീംസ് ഒക്കെ സ്വന്തമായിട്ട് കൊണ്ടു നടക്കും. While extroverts prefer the external world of things and people and activities. എന്ന പുറമോടി കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് മറ്റുള്ളവരായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും എക്സ്റ്റേണൽ വേൾഡിനെ പറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ 2 ക്യാരക്ടർ അല്ലെങ്കിൽ 2 ഫീലിങ്സിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. വെദർ വി ആർ ഇൻട്രോവേർട്സ് ഓർ എക്സ്ട്രോവേർട്സ്, വി നീഡ് ടു ഡീൽ വിത്ത് ദ വേൾഡ് ഇന്നർ ആൻഡ് ഔട്ടർ. നമുക്ക് രണ്ട് ഫീലിങ്സും ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുറച്ചൊക്കെ അന്തർമുഖത്തോ അല്ലെങ്കിൽ പുറമോടി കുറവോ കൂടുതലോ എന്തോ ആട്ടെ, നമുക്ക് എന്ത് വേണം? നമ്മുടേതായ ഒരു വേൾഡും വേണം, അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള ഒരു വേൾഡും വേണം, രണ്ടും വേണം. Each of us has our preferred ways of dealing with it, ways we are comfortable with and good at. Jung suggests there are 4 basic ways. അപ്പം ഇതിന് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് എക്സ്പ്രസ് ചെയ്യാൻ, ഡീൽ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രോവിഷനും
എക്സ്ട്രാ വിഷനും തമ്മിലുള്ള രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് നമ്മൾ സോഷ്യൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റിക്കും ഈ രണ്ട് ഫീലിംഗും വരാറുണ്ട്. അന്തർമുഖത്വം ഉണ്ട്, മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യണമെന്നുണ്ട്. ചിലരിൽ ചില ഇത് ക്യാരക്ടർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ലീഡ് ചെയ്യുന്നത് മാത്രം. അപ്പൊ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെ വേൾഡുമായിട്ട് ഈ തിങ്കിങ്സ്, ഈ തോട്ട്സ് ഡീൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെയാണ് ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫങ്ഷൻസും ഈ മേലിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇൻട്രോവേർഷനും എക്സ്ട്രാവേർഷനും തമ്മിലുള്ള ലിങ്ക്, റിലേഷൻ. എങ്ങനെ ഈ രണ്ട് ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്ന പുറം ലോകവുമായിട്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ സെൻസിങ്. സെൻസിങ് മീൻസ് വാട്ട് ഇറ്റ് സേസ്, getting information by means of the senses. A sensing person is good at looking and listening and generally getting to know the world. സെൻസ് ചെയ്യും ചിലര്, മറ്റുള്ളവരെയും പുറം വേൾഡിനെയും സെൻസ് ചെയ്യുന്നവരുണ്ട്. സെൻസിങ് എന്നുള്ള ക്വാളിറ്റി ലീഡ് ചെയ്യുന്നവരെയാണ്. അല്ലാണ്ട് ഒരാളിപ്പോ ഞാൻ സെൻസിങ് മാത്രമല്ല എനിക്കുള്ളൂ, ഞാൻ അതിൻ്റെ കൂടെ തിങ്ക് ചെയ്യുകയും ചെയ്യും, ഇൻഡ്യൂട്ടിങ് ചെയ്യും, ഫീലിംഗ് ഉണ്ട്, എനിക്ക് അതെല്ലാം ഉണ്ട്. പക്ഷെ സെൻസിങ് ലീഡ് ചെയ്യുന്നവർ എപ്പോഴും എങ്ങനെയാണ്? ഗുഡ് ലുക്കിംഗ് ആണ്, മറ്റുള്ളവരെ ലിസൺ ചെയ്യും, ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് അവര് എന്ത് ചെയ്യും? സെൻസ് ചെയ്യും, ഇൻഫർമേഷൻസ് ക്യാച്ച് ചെയ്യും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ, ഈ ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും രണ്ടാമത്തെ ഫംഗ്ഷൻ തിങ്കിങ് ആണ്. തിങ്കിങ് എന്ന് വെച്ചാലോ മീൻസ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ഓർ ഐഡിയാസ് റാഷണലി ആൻഡ് ലോജിക്കലി, അല്ലെ? തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഇൻഫർമേഷനെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം ഇൻഫർമേഷൻസിനെ. ഇനി ഇൻറ്റ്യൂട്ടിംഗ്. ഇൻറ്റ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് എ കൈൻഡ് ഓഫ് പെർസെപ്ഷൻ ദാറ്റ് വർക്ക്സ് ഔട്ട്സൈഡ് ഓഫ് ദ യൂഷ്വൽ കോൺഷ്യസ് പ്രോസസ്. ഇൻറ്റ്യൂട്ടിംഗ് എന്നുള്ള വേർഡിന്റെ മീനിങ് അവബോധം എന്നാണ് മലയാളം മീനിങ്. എന്താണ് അവബോധം? അവബോധം എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങിന്റെ ഹയർ ലെവലാണ്. മനസ്സിലായോ? നമുക്ക് ഒരു മൊത്തത്തിൽ നമ്മളെ പറ്റിയൊരു ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിക്കുക, ആലോചന, അവബോധം, അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ജസ്റ്റ് ഈ കിട്ടിയ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുക, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാഴ്ചപ്പാടും കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അവബോധം. പിന്നെ ഫീലിംഗ്. Feeling like thinking is a matter of evaluating information, and this time by weighing one's overall emotional response. JUNG'S call it as rational, obviously not that usual sense of the word. ഫീലിംഗ് എന്ന് പറഞ്ഞാലോ ആലോചന, അവബോധം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് എന്താ ഫീൽ ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതിലേക്ക് ഇൻവോൾവ് ചെയ്യണം, അതാണ് ഫീലിംഗ്. വി ഹാവ് ഓൾ ദീസ് ഫങ്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് എല്ലാവർക്കും ഈ ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? സെൻസ്, സെൻസിങ്, then thinking, then intuiting and feeling. ഈ 4 ഫങ്ഷൻസിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അന്തർമുഖത്വം അതുപോലെ പുറമോടെയും പുറം ലോകത്തോട് ഡീൽ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ട്രാൻസാക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്? ഹാവ് ദം ഇൻ ഡിഫറെന്റ് പ്രപ്പോർഷൻസ്. ഓരോരുത്തരിലും ഓരോന്നും ഡിഫറെന്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അനുപാതത്തിലായിരിക്കും. ഒരാൾക്കിപ്പം ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ 40% സെൻസിങ്, ദെൻ ബാക്കി തിങ്കിങ്, അങ്ങനെ വരാം. ചിലപ്പോൾ ഈ 4 ഫംഗ്ഷനും 20 വെച്ച്, അല്ലെങ്കിൽ 4 ഫംഗ്ഷനും 25 വെച്ച് അങ്ങനെ വരാം. അതിന്റെ അനുപാതം, അതിന്റെ പ്രപ്പോസിഷൻസ് മാറ്റം ഉണ്ടാവുന്നു മാത്രം. ഇനി അക്കോർഡിംഗ് ടു ജങ് ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അക്കോർഡിംഗ് ടു ഫ്രോയിഡ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്തായിരുന്നു? ഐഡി, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ അതുപോലെ ഇവിടെ ഈഗോ ഇയാളും പറയുന്നുണ്ട് കേട്ടോ. ദ ഈഗോ ഈസ് ദ കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെയാണ് ജങ്സിന്റെ അഭിപ്രായം. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ്. It is that part of the psyche that it is concerned with perceiving, thinking, feeling and remembering. കോൺഷ്യസ് ആണ്. ആലോചന, നമുക്ക് തിങ്ക് ചെയ്യുക, ഫീൽ ചെയ്യുക, നമ്മൾ ചിലതൊക്കെ ഓർക്കുക, ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺസ് അവയർനെസ് ഓഫ് വൺ സെൽഫ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ദ നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് വേക്കിംഗ് ലൈഫ്. അപ്പോൾ ഇത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ഫ്രോയിഡിന്റെ ചിന്താഗതിയേക്കാൾ ഇവിടെ ഡിഫറൻസ് വന്നെന്താന്ന് വെച്ചാൽ, ഫ്രോയിഡ് പറയുന്ന ജസ്റ്റ് ഒരു മാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലഷർ സീക്കർ ആണെന്നാണ് പറയുന്നത്. ഇയാള് പറയുന്ന കുറച്ചും കൂടെ നമുക്ക് നോർമലായിട്ടുള്ള തിങ്കിങ്, നോർമലായിട്ടുള്ള ഒരു ഇതാണ് ഹ്യൂമൻ ബീങ്. എപ്പോഴും പ്ലഷർ സീക്കിംഗ് മാത്രമല്ല. ദ ഈഗോ ഓൾസോ പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി, കൊഹിയറൻസ് ആൻഡ് ഐഡന്റിറ്റി, a stability in the way one perceives his world and himself.
അതൊരു ഫ്രോയിഡിന്റെ കാഴ്ചപ്പാടിൽ ഒരു ബാഡ് തിങ്ങിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക, ആ രീതിയിലാണ് ഈഗോ വരുന്നത്. അതല്ല ഗുഡ് തിങ് ആണ് നമുക്ക് ഒരു വാശിപ്പുറത്ത് വേണ്ടാന്ന് വെക്കുക, അങ്ങനെയൊക്കെയാണ് ഒരു കുറച്ച് നെഗറ്റീവിന്റെ ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ ജങ്സ് പറയുന്നത് ഇത് എന്താണ്, സെൻസ് ഓഫ് കണ്ടിന്യൂവിറ്റി. കണ്ടിന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലോ, നമ്മുടെ ഈഗോ നല്ലതാ, എപ്പോഴും മോശമൊന്നുമല്ലല്ലോ, ഈഗോ ചിലപ്പോൾ നല്ലതായിരിക്കും. പോസിറ്റീവായിട്ട് നോക്കുക, പോസിറ്റീവായിട്ടുള്ള ഈഗോ ആണെങ്കിൽ നമുക്കൊരു ഫ്ലോ കിട്ടും. കൊഹീറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സയൻസിൽ പറയും ലേസറൊക്കെ കൊഹീറന്റ് ആണെന്നാണ്, ഒരേ രീതിയിൽ ആലോചിക്കുന്നത്. പിന്നെ നമുക്കൊരു ഐഡന്റിറ്റി, സ്റ്റെബിലിറ്റി, അതൊക്കെ ഇൻ ദ വേ വൺ പെർസീവ്സ് ഹിസ് വേൾഡ്, അതൊക്കെ കിട്ടും. എങ്ങനെ ഒരാൾ എങ്ങനെ ലോകത്തെയും അവനവനെയും നോക്കി കാണുന്നു എന്നതനുസരിച്ച്. ഇനി ദ പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, നമുക്ക് അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. എ ഹൈ ആൻഡ് മോർ സൂപ്പർഫിഷ്യൽ ലെവൽ ആൻഡ് എ ഡീപ്പർ മോർ പ്രിഫൗണ്ട്ലി ഇൻഫ്ലുവൻസിങ് ലെവൽ. അപ്പൊ കുറച്ച് ഡീപ്പ് ഡെപ്തിലേക്കുള്ള ഒരു മൈൻഡാണ് അൺകോൺഷ്യസ് മൈൻഡ്. അതും നമ്മുടെ പേഴ്സണാലിറ്റി ലെവലിനെയും സോഷ്യൽ ക്യാരക്ടറിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന മാറ്റർ തന്നെയാണ്. ദ മോർ സൂപ്പർഫിഷ്യൽ ആസ്പെക്ട് ഈസ് ദ പേഴ്സണൽ അൺകോൺഷ്യസ്. പേഴ്സണൽ അൺകോൺഷ്യസ് ഈസ് എ റിസർവോയർ ഓഫ് മെറ്റീരിയൽ ദാറ്റ് വാസ് വൺസ് conscious but that has been suppressed because it was either trivial or distressing. ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എല്ലാവർക്കും ഉണ്ട് കോൺഷ്യസും അൺകോൺഷ്യസും ഒക്കെ. അപ്പൊ കോൺഷ്യസിനെ ചിലപ്പോൾ നമ്മൾ സപ്രസ് ചെയ്ത് പണ്ടെങ്ങോ നടന്ന കോൺഷ്യസ് മൈൻഡിൽ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ഇതെല്ലാത്തിന്റെ ഒരു റിസർവോയർ ആണ് അൺകോൺഷ്യസ് മൈൻഡ്. പിന്നെ അത് നടക്കില്ല എന്നാവുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാന്നാവുമ്പോൾ നമ്മൾ അൺകോൺഷ്യസിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അൺകോൺഷ്യസ് മൈൻഡ് ഒരു റിസർവോയർ ആണ്, ഒരു സോഴ്സ് ആയിട്ട് മാറാണ്. അപ്പൊ അതത്ര ട്രിവിയൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നിസ്സാരമായത്, അത്ര കാര്യമായിട്ടുള്ളതല്ല. ഡിസ്ട്രസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കളയുന്നത് എവിടെയാണ്? ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഡെപ്പോസിറ്റഡ് ആവും. അങ്ങനെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്താവും? ഒരു റിസർവോയർ ആവും. ജങ്സിന്റെ തിയറി അനുസരിച്ചാട്ടോ, അക്കോർഡിംഗ് ടു ജങ്സ്. Then collective unconscious. The collective unconscious is the deepest and most inaccessible level of the psyche. It is also one of the most unusual and controversial aspect of Jung's system, considered bizarre by many critics. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ജങ്സിന്റെ ക്രിറ്റിസിസം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ജങ്സിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. The collective unconscious is the deepest and most inaccessible level of the psyche. അപ്പോൾ സൈക്യാട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സില് ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇന്നാക്സസിബിൾ, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുമായ ഒരു ലെവലാണ് അൺകോൺഷ്യസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, സയന്റിസ്റ്റ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ അതിന് എന്ത് വരും? ക്രിറ്റിസിസം വരും. ജസ്റ്റ് ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വലി അക്യുമുലേറ്റ്സ് ഓൾ ഹിസ് ഓർ ഹെസ് പാസ്റ്റ് എക്സ്പീരിയൻസ്, സോ ഡസ് മാൻകൈൻഡ് ആസ് എ ഹോൾ സ്പീഷീസ് ആൻഡ് പാസസ് this wealth of experience on to each new generation. Thus the collective unconscious is a storehouse of all experiences of man and is transmitted to each and everyone. അപ്പൊ ജങ്സ് പറയുന്നത് എന്താ വെച്ചാണ്, എ പേഴ്സൺ ഇൻഡിവിജ്വലി അക്യുമുലേറ്റ്സ് ഓൾ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസസ്, സോ ഡസ് മാൻകൈൻഡ് ആസ് എ വേൾഡ്. അപ്പൊ ഈ കളക്റ്റീവ്, ആദ്യം പറഞ്ഞ വെറും പേഴ്സണൽ അൺകോൺഷ്യസ് ആണ്, ഇപ്പൊ പറയുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അക്കോർഡിംഗ് ടു ജങ്സ് പറയുന്നത്? നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ തോട്ട്സ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ എല്ലാവരും വരും തലമുറയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള അൺകോൺഷ്യസ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, മലയാളം മീനിങ് ആദി രൂപം എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറയാം. ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയാണ് ഈ ആർക്കിടൈപ്സ്? 1968 hypothesized that the contents of collective unconscious consists of powerful primordial എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പ്രിമോർഡിയൽ എന്ന് പറഞ്ഞാൽ ആദിമ, പ്രിമിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന്റെ ഒരു ഫോമാണിത്. പ്രിമോർഡിയൽ ഇമേജസ് കോൾഡ് ആർക്കിടൈപ്സ് അല്ലെങ്കിൽ ഒറിജിനൽ മോഡൽ. പവർഫുൾ ആയിട്ടുള്ള hypothesis that contents of the collective unconscious consists of, കളക്റ്റീവ് ആയിട്ടുള്ള അൺകോൺഷ്യസിൽ എന്തൊക്കെ പവർഫുൾ ആണ്, പ്രിമിറ്റീവ് ആണ്. അതിനെ, ആ ഇമേജസിനെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ആർ നോട്ട് ആക്ച്വൽ
ഫുള്ളി ഡെവലപ്ഡ് മെമ്മറീസ്. അത് ഫുള്ളല്ല, ഡെവലപ്ഡ് അല്ല, ഒന്നുമല്ല, നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അറിവുകളാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. കൺസേൺഡ്, അപ്പൊ ഇതിനകത്ത് ജങ്സിന്റെ മദറിനെ പറ്റിയാണ് പറഞ്ഞത്. ജങ്സ് ഇസ് കൺസേൺഡ് മദർ, ഹീറോ, ദ ചൈൽഡ്, ഗോഡ്, ഡെത്ത്, പവർ ആൻഡ് ദ വൈസ് ഓഫ് ഓൾഡ് മെൻ. അപ്പൊ ഇതൊക്കെ എന്താണ്? സം ഓഫ് ദ ആർക്കിടൈപ്സ് ആണ്, നമുക്ക് പകർന്ന് കിട്ടുന്ന അറിവുകള്. പഴയ ജനറേഷനിൽ നിന്ന് അതിപ്പോ നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ വരുന്നത്? നമ്മുടെ മദർ നമ്മളെ എങ്ങനെ കൺസേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോഡ് എന്താണ്, ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രായമാകുമ്പോ തന്നെ മനസ്സിലാക്കും, ഓരോരുത്തർ പറഞ്ഞു കേട്ടും അല്ലെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. പെർസോണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഫ്രോയിഡ് പറഞ്ഞ പോലെ മാസ്ക് അല്ലെ. പെർസോണ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം മാസ്ക് എന്നാണ്. അത് കഥകളിയുടെ കാര്യമൊക്കെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ജെൻസോ തന്നെ പറയുന്നു, ആർക്കിടൈപ്പ് പെർസോണ ഈസ് ഓൾസോ എ മാസ്ക് personality, a public face. The person wears to present himself or herself as someone other than who he or she really is. ആക്ച്വലി ഒരാൾ എന്താണോ ഏതാണോ എന്നുള്ളതല്ല, അയാൾ എങ്ങനെ അവനവനെ പ്രസന്റ് ചെയ്യുന്നു പബ്ലിക്സിൽ എന്നുള്ളതാണ് പേഴ്സോണ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള നെയിം. പേഴ്സോണ ക്യാൻ ബി ഹെൽപ്ഫുൾ ടു എ പേഴ്സൺ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഹാംഫുൾ. അത് പോസിറ്റീവും നെഗറ്റീവും എന്നുള്ളത് അവനവനെ ആശ്രയിച്ച് തന്നെ ഇരിക്കുന്നത് അല്ലെ. അവനവനും അത് അനുഭവിക്കുന്നവരെ അനുസരിച്ചാണ് ഇരിക്കുന്നത് ഈ പേഴ്സോണ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഹാംഫുൾ ആവാം അല്ലെങ്കിൽ യൂസ്ഫുൾ ആവാം. Anima and animus refer to Jung's recognition that humans are essentially bisexual animals. ഓപ്പോസിറ്റ് സെക്സിന് സെക്ഷൽ അനിമൽസ് ആണ് ഹ്യൂമൻ ബീങ്സ്. അതും ഈ പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന കളക്റ്റീവ് ആയിട്ടുള്ള അൺകോൺഷ്യസ് തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ആണ്. സെക്ഷൽ അനിമൽസ് ആണ് ഹ്യൂമൻ ബീങ്സ്. അതും ഇങ്ങനെ നമ്മൾ കണ്ടുവരുന്ന ഒരു നമുക്ക് കോഗ്നിറ്റീവായിട്ട് നമുക്ക് നോളജ് ബേസിൽ നമ്മൾ കണ്ടുവരുന്ന നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന അറിവുകളിൽ പെടുന്നതാണ്. ഓപ്പോസിറ്റ് സെക്സ് ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സർവൈവൽ ഓഫ് ഹ്യൂമാനിറ്റി. അത് ഫീമെയിലും മെയിലും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റും ലവും അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാ കാര്യങ്ങളും അത് പ്രകൃതിയുടെ ഒരു നിയമമാണത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഇതൊക്കെ എന്താണ് പറഞ്ഞത്? കളക്റ്റീവ് ആയിട്ടുള്ള അൺകോൺഷ്യസ്നെസ് ആണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇനി Jung was insistent that these archetypes must be expressed. ഇത് ആർക്കിടൈപ്സിനെ പറ്റി, ബേസിക് സ്ട്രക്ചറിനെ പറ്റി, ആദ്യമേ രൂപത്തിനെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. A person condition cannot become fully human because this aspect of his or her nature has been suppressed. ആക്ച്വലായിട്ട് ഒരു പേഴ്സൺ ഒരിക്കലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കാലങ്ങളായിട്ട് മെൻ ആൻഡ് വുമൻ കൂടെ ജീവിച്ച് വന്നിട്ട് കുറച്ചൊക്കെ മസ്കുലൈൻ ആയിട്ടുള്ള കാര്യങ്ങള് ഫീമെയിലിലും ഉണ്ടാവും, അത് ഫെമിനൈൻ ആയിട്ടുള്ള കാര്യങ്ങള് മെയിലിലും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ കുറച്ചൊക്കെ ഓവർലാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ഷാഡോ, അതെന്താന്ന് നോക്കാം. There are a lot of potential dangers associated with all the archetypes mentioned above. ഈ പറഞ്ഞിരിക്കുന്ന ആർക്കിടൈപ്പിന്റെ ബിഹൈൻഡ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ആർക്കിടൈപ്പ് ഈസ് ദ വൺ വിച്ച് ദ സിനിസ്റ്റർ. സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ദുഷിച്ച ആൻഡ് മിസ്റ്റീരിയസ് ലേബൽ ഓഫ് ദ ഷാഡോ. ഈ ആർക്കിടൈപ്പിനെ പറ്റി പറഞ്ഞല്ലോ, സ്ട്രക്ചറിനെ ആദ്യമേ രൂപത്തിനെ പറ്റി പറഞ്ഞു. ഇതിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷാഡോ എന്ന് പറയുന്നത്. എന്താണ് ഷാഡോ? ഹാസ് ദ ഡീപ്പസ്റ്റ് റൂട്ട്സ് ഓഫ് ഓൾ ദ ആർക്കിടൈപ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ബേസിക് പ്രിമിറ്റീവ് അനിമൽ ഇൻസ്റ്റിൻസ്. അപ്പൊ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ നിഴൽ എന്നുദ്ദേശിക്കുന്ന ആ ഷാഡോ തന്നെ. ഓരോരുത്തരുടെയും ഒരു ബിഹൈൻഡ് ആയിട്ട് ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അത്. ദ ഷാഡോ ഈസ് നോട്ട് ഓൺലി ദ സോഴ്സ് ഓഫ് ദാറ്റ് വിച്ച് സൊസൈറ്റി കൺസിഡേഴ്സ് ബാഡ്, ഇറ്റ് ഈസ് ഓൾസോ ദ സോഴ്സ് ഓഫ്. അതാണ് ജെൻസ് എല്ലാത്തിനെയും പറ്റി ഒരു പോസിറ്റീവ്നെസ്സും കൂടി നമുക്ക് തരുന്നുണ്ട്. ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട, അത് എപ്പോഴും നെഗറ്റീവ് ഒന്നുമല്ല. അത് എന്താവാം? ദ സോഴ്സ് ഓഫ് വിറ്റാലിറ്റി, സ്പോണ്ടേനിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് നല്ലതാവാലോ അല്ലേ? ഷാഡോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡേഞ്ചറസ് ഒന്നുമല്ല, അത് നല്ലൊരു ക്രിയേറ്റിവിറ്റി. ഓരോരുത്തർക്കും ബൈ നേച്ചർ അല്ലെങ്കിൽ ബൈ ബർത്ത് കിട്ടുന്ന സ്വഭാവങ്ങളല്ലേ. ചിലപ്പോൾ നല്ല സ്പോണ്ടേനിറ്റി ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അതൊക്കെ ഷാഡോനെ കൊണ്ട് സാധിക്കും. ഷാഡോ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി തന്നെയാണ് ഈ പറയുന്നത്. പേഴ്സണാലിറ്റിയുടെ ഒരു ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു വേർഷൻ.
Hence, if the shadow is totally and absolutely suppressed, the psyche becomes rather dull and lifeless. നമുക്കുള്ള നമ്മുടെ ശരിയാണ്, നമുക്ക് ഫുള്ളി അങ്ങോട്ട് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് സഹജമായിട്ട് നമുക്ക് ഓപ്പൺ ആവാൻ പറ്റില്ല. എത്ര ഇന്റിമസി ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റില്ല. നമുക്കൊരു സോഷ്യൽ കൾച്ചർ ഉണ്ട് ഓരോ നാട്ടിലും, അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. എന്നാൽ ഈ പറഞ്ഞ ഷാഡോ എന്ന് പറഞ്ഞ നമ്മുടെ ഫീലിങ്ങിനെ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്ങിനെ മൊത്തമായിട്ട് സപ്രസ് ചെയ്താൽ എന്ത് പറ്റും? എന്താ പറ്റുന്നത്? നമുക്ക് ലൈഫ് ഇല്ലാതെ പോകുന്ന ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പോസിറ്റ്സ് വാസ് ബ്രോട്ട് ബൈ ദ ജംഗ്. അപ്പോൾ ഇതാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത്. ഇനി സെൽഫ്. The self is the most salient archetype in Jung's theory. The self archetype cannot emerge till all the other systems of psyche have become fully developed. മനസ്സിലായോ? സെൽഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ ആർക്കിടൈപ്പിൽ തന്നെ വരുന്ന വേറൊരു ലേബലാണ് സെൽഫ്. അത് നമുക്ക് സെൽഫ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ മനസ്സ് ഫുൾ ഡെവലപ്പ് ആയിരിക്കണം. അതായത് നമ്മുടെ ഗോൾസ്, നമ്മൾ ആരാന്നുള്ളത്, നമ്മുടെ ആക്യുറേറ്റ് ഉള്ള പെർസെപ്ഷൻ, കാഴ്ചപ്പാട് എന്താണ്, അങ്ങനെയുള്ള എല്ലാ നമ്മുടെ പ്ലാൻസ് എന്താണ്, ഓറിയന്റേഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ ഒരു മിഡിൽ ഏജ്, ഇവിടെ ഇപ്പൊ മിഡിൽ ഏജ് എന്ന് നമുക്ക് ജംഗ്സ് പറയുന്നത് മിഡിൽ ഏജ് ഒരു 40 ആൻഡ് എബവ് ഒക്കെ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ മിഡിൽ ഏജ് എന്നൊക്കെ പറയുന്നത് 50 എന്തായാലും 40 ആൻഡ് എബവ് പറയുന്ന മിഡിൽ ഏജ് ആകുമ്പോഴേ നമുക്ക് ഈ സെൽഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. മനസ്സെല്ലാ രീതിയിലും പക്വമായതിനു ശേഷമേ ഈ സെൽഫ് എന്നുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞത് എന്തൊക്കെയാണ്? ആർക്കിടൈപ്പിന്റെ കാര്യങ്ങളാണ്. ആർക്കിടൈപ്പിന്റെ ആ സ്ട്രക്ചറിൽ ഉള്ള കാര്യങ്ങൾ അതെങ്ങനെ എക്സ്പ്രസീവ് ആക്കാന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. Achieving selfhood or self-actualization involves an orientation toward the future. An individual present personality is determined both by what the person hopes to be and what she has been. അതാണ് എന്താ പറയുന്ന ഓറിയന്റേഷൻ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ടാവുക. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യം പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈസ് ഐഡിയലി മാർക്ക്ഡ് ബൈ ജംഗ് ആസ് കോൾഡ് പ്രോഗ്രഷൻ. പ്രോഗ്രഷനും റിഗ്രഷനും ആവാട്ടോ അത്. പക്ഷെ പ്രോഗ്രഷൻ ആണ് ജംഗ് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി സിങ്ക്രോണിസിറ്റി ഈസ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് ജംഗ്സ് തിയറി ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ തിയറീസിലൊന്നാണ് സിങ്ക്രോണൈസേഷൻ. എന്താ സിങ്ക്രോണൈസേഷൻ? Which refers to events occurring together in time. Jung's concerned with the events bordering in the supernatural such as clairvoyance, clarification, clear എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ജംഗ്സ് പറയുന്നത് ഈവൻസ് അല്ലെങ്കിൽ ഇൻസിഡൻസ് കോയിൻസിഡന്റ് കാഷ്വൽ ആയിട്ട് വരുന്നതല്ല, കോയിൻസൈഡ് ചെയ്ത് വരുന്നതല്ല, അതിനൊരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. നല്ലത് വന്നു, ഒരാൾക്ക് ചീത്ത വന്നു, പിന്നെ നല്ലത് വന്നു, ചീത്ത വന്നു, അങ്ങനെ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ ആയിട്ട് ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. ഇനി ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഈ ഒരു പർട്ടിക്കുലർ ഏജിൽ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഡിവിജ്വൽ ആവുക. സിംപ്ലി ഇൻവോൾവ്സ് ബിക്കമിങ് ആൻ ഇൻഡിവിജ്വൽ. അതാണ് ഇൻഫാന്റ് ഗ്രോസ് ഓൾഡർ, ദ സ്ട്രക്ചേഴ്സ് ഓഫ് സൈക്കി ഡെവലപ്പ്, ദ ബിക്കം ഷാർപ്പ്ലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം വൺ അനദർ ആൻഡ് വിത്തിൻ ദംസെൽസ്. നമ്മൾ ഷാർപ്പായിട്ട് നമ്മളിലേക്ക് ഒതുങ്ങുന്ന ആ പ്രായം, നമ്മളെ ഒരാളെ അവനാൻ തന്നെ മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇൻഡിവിജ്വേഷൻ. Levels of development. Only after the advent of puberty എന്ന് പറഞ്ഞാൽ മച്ചുർ ആവുന്ന പ്രായം, does the psyche begin to assume a definite form and content. The period is referred to by Jung as the psychic birth of the individual. ഒരാളുടെ psychic birth. This period is marked by a great many problems and it involves the necessity of making a number of adaptations. അപ്പൊ ഇതാണ് സൈക്കിക് ആയിട്ടുള്ള പ്രായമാവുന്ന ഒരു പ്രായം. When the second half of the life begins, major changes occur at the middle age between 35 to 40. This period is the time of immense crisis for Jung's also. By middle age, the adaptation problems of life have usually been resolved. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ്, അതായത് ഒരു മിഡിൽ ഏജിൽ 35 to 40 നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യാനും, സോഷ്യലായിട്ട് അഡാപ്റ്റേഷനും, എല്ലാവരെയും മനസ്സിലാക്കാനും ഒത്തുപോകാനും
എല്ലാത്തിനും നമുക്ക് പറ്റുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഏജ് ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ കരിയർ പരമായിട്ട് നമ്മളെ ജോലി സംബന്ധമായിട്ടും ഒരു സ്റ്റെബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്നും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അവനവനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും, കരിയർ വൈസ് ആയാലും പേഴ്സണലി ആയാലും എനിക്ക് ഇത്രയും പറ്റും, അല്ലെങ്കിൽ എനിക്കിത് സാധിക്കില്ല, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, മറ്റുള്ളവർ പൊക്കോട്ടെ കുഴപ്പമില്ല, എനിക്ക് ഇത്രേ ആവുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 35 വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ അവരെ പോലെ ആവണം, എനിക്ക് അത് അച്ചീവ് ചെയ്യണം, എനിക്ക് നല്ലൊരു കരിയർ വീണ്ടും അച്ചീവ് ചെയ്യണം, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അത് 40 കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഈഗർനെസ് ആണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് കുറഞ്ഞു വരുമല്ലേ. അതായത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ ഒരു സൈക്കിക് ബർത്ത്, മാനസികമായ ഒരു ജനനം അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയാം ഈ ഏജസിൽ. The first half of life is devoted to activities of consciousness. The second half must be directed towards the unconsciousness which has been neglected until now. അതാണ് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ ഒരു 15 മുതൽ 35 വയസ്സ് വരെയൊക്കെ കോൺഷ്യസ്നെസ് വേണം. എന്നാലേ നമുക്ക് കരിയറിലൊക്കെ ഹയർ ആവാനും നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സിനും ഇതിനെല്ലാത്തിനും നമുക്ക് ആ ഒരു ഏജിലാണ് നമുക്കൊരു മത്സര ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നവർ എന്ത് വേണം, നമ്മൾ തന്നെ കുറെയൊക്കെ അൺകോൺഷ്യസ് ഇതിലേക്ക് നമ്മളെ അത്രയും നാളും അവഗണിക്കപ്പെട്ട അൺകോൺഷ്യസ് മൈൻഡിനെ എടുത്ത് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ സമയത്ത് സ്പിരിച്വൽ ഇൻട്രസ്റ്റും ഒക്കെ മെറ്റീരിയലിസ്റ്റിക് കൺസിഡറേഷൻസിനെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യുന്ന പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ലൈഫിൽ ഉണ്ടാകുന്ന മെറ്റീരിയലിസ്റ്റിക് കൺസിഡറേഷൻസിനെ ഭൗതികമായ, മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് നമ്മളൊരു ആത്മീയതയിലേക്ക് ഒരു സ്റ്റാർട്ടിങ് ആണ് ഈ 35 to 40 ഏജ്. അങ്ങനെ വേണം സ്പിരിച്വൽ, അക്കോർഡിംഗ് ടു ജങ്സ്. സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങണം നമുക്ക്. ഇനി personality dynamics. It has been suggested by Jung that personality is relatively a closed system. It must be dealt with the unitary system, more or less self-contained and apart from any other energy system. Personality can take in new energy from biological process or other external sources such as individuals' experience. The effect that energy draws into system has on personality functioning depends on the nature of that energy and on the nature of existing energy in the system. നമ്മുടെ മനസ്സിനെ ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്കൊരു എക്സിസ്റ്റിംഗ് എനർജി ഉണ്ടാവുമല്ലോ. ആ എനർജിയിലേക്ക് നമ്മൾ ഗുഡ് എനർജീസ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ നല്ല എനർജി, പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യണം. നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ട് ഫില്ല് ചെയ്യണം നമ്മൾ. സൈക്കിക് എനർജി, ദ എനർജി ഓഫ് പേഴ്സണാലിറ്റി is called psychic energy. 1948 ഡെവലപ്പ് ചെയ്തതാണ്. ദിസ് ലൈഫ് എനർജി ഈസ് മാനിഫെസ്റ്റഡ് കോൺഷ്യസ്ലി ഇൻ മെനി സോർട്സ് ഓഫ് സ്ട്രൈവിംഗ്, ഡിസയറിംഗ് ആൻഡ് വില്ലിംഗ്, ആസ് വെൽ ആസ് ബൈ സച്ച് പ്രോസസ് ആസ് പെർസീവിംഗ്, തിങ്കിങ് ആൻഡ് അറ്റൻഡിങ്. സിൻസ് സച്ച് പേഴ്സണാലിറ്റി ഈസ് നോട്ട് എ ടോട്ടലി ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കിക് എനർജിയുടെ ഡെവലപ്മെന്റ് ആണെന്നാണ് പറയുന്നത്, സൈക്കിക് എനർജി. ഇനി the origin of psychic energy is the experience of a person. Experiences are digested and converted to psychic energy. ബയോളജിക്കലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണിത്. നമുക്ക് സൈക്കിക് എനർജി ഉണ്ടാകുന്നത് എങ്ങനെയാ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നോർമലി നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ഫിസിക്കലായിട്ട് എനർജി ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് സൈക്കിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അനുഭവങ്ങളിൽ കൂടെയാണല്ലോ നമുക്ക് അറിവും പക്വത ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്. Psychic value is a measure of the amount of psychic energy committed to the particular psychic element. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ സൈക്കിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രമാത്രം സൈക്കിക് എനർജി ഒരാൾക്കുണ്ട് എന്നുള്ളതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് സൈക്കിക് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, എ പേഴ്സൺ ഹു വാല്യൂസ് ബ്യൂട്ടി ഹൈലി വിൽ എക്സ്പെൻഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എനർജി സറൗണ്ടിങ് ഹെർസെൽഫ് വിത്ത് ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ്, ട്രാവലിംഗ് ഓഫ് പ്ലേസസ് വേർ ബ്യൂട്ടി ക്യാൻ ബി ഫൗണ്ട് എക്സെട്ര. വൈൽ എ പേഴ്സൺ ഹു, അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ആ വാല്യൂ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഒരാളെ പിടിച്ചു നിർത്തി നമുക്ക് എന്തെങ്കിലും അങ്ങനെ സയന്റിഫിക് ആയിട്ട് മെഷർ ചെയ്യുന്നതിനെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സൈക്കിക് വാല്യൂ അറിയുന്നത് ഇപ്പം ഒരു ലേഡിക്ക്, ഒരു വുമന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. ഒരു ബ്യൂട്ടീനെ ഒന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ
അതിന്റെ എനർജി മുഴുവൻ അതിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ അവര് ലുക്കിങ്ങിൽ ബ്യൂട്ടിഫുൾ ആകാൻ നോക്കും, ബ്യൂട്ടിഫുൾ പ്ലേസസ് സന്ദർശിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സ് വാങ്ങും, അങ്ങനെയൊക്കെ. എന്നാൽ ഒരാള് പവർഫുൾ ആവാൻ ആ എനർജി കാണപ്പോൾ അയാള് കൂടുതലെങ്കിൽ എന്ത് പറ്റും? അതിന് എന്ത് വേണം? പവർഫുൾ ആവാനായിട്ട് എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അയാൾ തിങ്ക് ചെയ്യുകയും ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇക്വലൻസ് ആൻഡ് എൻട്രോപ്പി അതെന്താ നോക്കാം. Jung has based his view of psychodynamics on two principles derived from the laws of thermodynamics. Laws of thermodynamics ഒക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. Equivalence and entropy. His principle of equivalence, like the first law of thermodynamics. First law of thermodynamics എന്താണ്? Energy can never lose and gain. അല്ലേ? എനർജി ലോസും എനർജി ഗെയിനും ഉണ്ടാകുന്നില്ല, ജസ്റ്റ് എനർജി കൺവേർഷനേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ഒരു എനർജി വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു എനർജി നശിച്ചു പോവുകയോ പുതിയതായിട്ട് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. എനർജി എപ്പോഴും നമ്മുടെ നാച്ചുറലാണ്. ഒന്നുമില്ലെങ്കിൽ കൈനറ്റിക് എനർജി സ്റ്റാറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റിക് എനർജി തിരിച്ച് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ എനർജി ഏതെങ്കിലും ഒക്കെ ആയിട്ട് കൺവേർഷൻ നടക്കുന്നത്. അല്ലാതെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യുന്നുമില്ല. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം ഇതിനകത്ത് പറയുന്ന ലോസ്റ്റ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് സൈക്കിക് എനർജിയുടെ കാര്യം. നമുക്ക് നഷ്ടപ്പെടുന്നുമില്ല, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സിലേക്ക് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി, ലൈക്ക് ദ സെക്കൻഡ് ലോ ആണ് എൻട്രോപ്പിയുടെ ലോ. ഹോൾസ് ദാറ്റ് എനർജി ടെൻസ് ടു ഫ്ലോ ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ. അതെപ്പോഴും തന്നെയല്ലേ. ഇപ്പൊ നമുക്ക് ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു ടാങ്കിൽ നിന്നല്ലേ ലോ പ്രഷറിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് മോട്ടറൊന്നും വേണ്ട. ഒരു ടാങ്ക് ഇത്തിരി ഹൈറ്റിലും വെച്ചു, മറ്റേ ടാങ്ക് താഴ്ത്തിയും വെച്ച് കഴിഞ്ഞാൽ മോട്ടർ വെച്ച് പമ്പ് ചെയ്യൊന്നും വേണ്ട. ഒരു പൈപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് തന്നെ വാട്ടർ പൊക്കോളും. പിന്നെ ഒരു കോൾഡ് ആയിട്ടുള്ള സാധനം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ടെമ്പറേച്ചർ കയറും. അപ്പോൾ ഹൈന്ന് ലോവിലേക്ക് എപ്പോഴും ഒരു ഫ്ലോ ഉണ്ടാവും. അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കോറിലേറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. ടെൻസ് ടു ഫ്ലോ ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ എലമെന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എൻട്രോപ്പി തെർമോഡൈനാമിക്സിന്റെ രണ്ട് ലോസിനെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നതാ സൈക്കോളജി ആയിട്ട്. അല്ലാണ്ട് തെർമോഡൈനാമിക്സിന്റെ ലോ അല്ല നമ്മളിവിടെ പഠിക്കേണ്ടത്. അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താന്നുള്ളതാണ്. ആസ് പീപ്പിൾ മെച്യൂർ ആൻഡ് ബിക്കം ഇൻക്രീസിംഗ്ലി ഏബിൾ ടു അസിമിലേറ്റ് മെറ്റീരിയൽ. അസിമിലേറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് സ്വാംശീകരണം എന്നാണ് മലയാളം, സ്വന്തമാക്കുക. Material from their unconscious energy flows from the strong conscious ego to initiatively weak unconscious self. അപ്പം ഒരു എന്തെങ്കിലും ഒരു അൺകോൺഷ്യസിലേക്കുള്ള എന്താ പറയുന്നത്, ആസ് പീപ്പിൾ മെച്യൂർ ആൻഡ് ബിക്കം ഇൻക്രീസിംഗ്ലി ഏബിൾ ടു അസിമുലേറ്റ് മെറ്റീരിയൽ ഫ്രം ദെയർ അൺകോൺഷ്യസ് എനർജി ഫ്ലോസ് ഫ്രം സ്ട്രോങ് കോൺഷ്യസ് ഈഗോ ടു ദ ഇനീഷ്യലി വീക്ക് അൺകോൺഷ്യസ് സെൽഫ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺകോൺഷ്യസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കോൺഷ്യസിൽ നിന്ന് അൺകോൺഷ്യസിലേക്ക് ഒരു ഫ്ലോ ഉണ്ടായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഫ്ലോ ഉണ്ടാകും പോലെ എന്ത് വേണം, നമ്മുടെ കോൺഷ്യസിൽ നിന്ന് അൺകോൺഷ്യസിലേക്ക് ഫ്ലോ ഉണ്ടായി അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം ഒരു പ്രായം കഴിഞ്ഞാൽ. ഓക്കെ. ദ യൂസ് ഓഫ് എനർജി. There are two general purposes of psychic energy. They are the preservation of life and development of cultural and spiritual activities. ആ എനർജീനെ എന്ത് വേണം, സൈക്കിക് എനർജി ജനറൽ പർപ്പസിനായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്തിന് ഈ എനർജി എന്തിനാണ്? എന്തിനത്? പ്രിസർവേഷൻ ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും കൾച്ചറലായിട്ട് സ്പിരിച്വൽ ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ദേ ആർ പ്രോഗ്രഷൻ ആൻഡ് റിഗ്രഷൻ. Progression is the daily advance of the process of psychological adaptation. Progression എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. Regression is the backward movement of psychic energy or the rise in value of psychic process concerned with the inner, usually unconscious needs. നമുക്ക് ഇത് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോയിഡ് പറഞ്ഞ പോലെ നെഗറ്റീവ് സൈഡിലേക്ക് കൂടുതൽ തിങ്ക് ചെയ്യാന്നുള്ളതാണ്. പ്രോഗ്രഷനോ റിഗ്രഷനോ രണ്ടും ഓപ്പോസിറ്റ് മീനിങ്ങിലാണുള്ളത്. എനർജി യൂസ് ചെയ്യുന്നത്, നമ്മുടെ സൈക്കിക് എനർജി യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. Individuation and transcendent function. Individuation and transcendence are superordinate process by which human beings develop throughout their lives in the direction of reaching a stable unity guided by archetype of the self. These processes lead human beings to strive towards making more and more of the unconscious conscious, forward differentiating all their component aspects. അനിമസ്, ഷാഡോ, ഈഗോ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇത് തിങ്ക് ചെയ്ത് അതൊരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക്,
ആർക്കിടൈപ്പിനെയൊക്കെ അവനെ തന്നെ മനസ്സിലിട്ട് അനലൈസ് ചെയ്ത് ഒരു ഇൻഡിവിജ്വേഷനിലേക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ആയി നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. The individuated person. Jung defined the individuation process as of becoming a unique individual, a homogeneous being. Okay, individuation is instinctive, sahajamana. It is striving for a goal that is rarely reached. അത് സീക്ക് ചെയ്യുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ളതാണ്, എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഇറ്റ് ഓൺലി മീൻസ് ദ ഫോളോയിങ് ദം എക്സ്പ്രഷൻ ആൻഡ് അസിമുലേറ്റിംഗ് ദം വിത്ത് ദ കോൺഷ്യസ് പ്രോസസ്. ഹെൻസ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫോഴ്സസ് ബിക്കം ഈക്വൽ പാർട്ട്നേഴ്സ്. അപ്പൊ അത് ഒന്നും ഡൊമിനേറ്റ് ചെയ്യുന്നൊന്നുമില്ല, രണ്ടും ഒരു ഈക്വൽ പാർട്ട്നേഴ്സിന്റെ രീതിയിൽ കൊണ്ടുപോകാനും പറ്റുമെന്ന്. രണ്ടും അൺകോൺഷ്യസും കോൺഷ്യസിനെ നമ്മൾ തിരിച്ചറിയാം. അതാണ് ഇൻഡിവിജ്വേഷനിൽ സംഭവിക്കുന്നത്. ആസ് ഇൻഡിവിജ്വേറ്റഡ് പേഴ്സൺ പീപ്പിൾ മസ്റ്റ് ബിക്കം അവെയർ ഓഫ് ഓൾ ഫോഴ്സസ് ഓഫ് ദ ഷാഡോ, ഡിസ്ട്രക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ്. അതാണ് ഷാഡോയുടെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയുന്നവനാണ് ഒരു ഇൻഡിവിജ്വേറ്റഡ് പേഴ്സൺ. അയാളിൽ തന്നെ ഉള്ള കേട്ടോ. ആദ്യം അയാളെ തിരിച്ചറിയണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാനും തിരിച്ചറിയാനും. ഇൻഡിവിജ്വേറ്റഡ് പേഴ്സൺ യൂഷ്വലി ആർ ഇൻ ദ മിഡിൽ ഇയേഴ്സ് ഓഫ് ഓർ ഓൾഡർ. 35 to 40 ആൻഡ് അബോവ് ഉള്ളവരാണ് ഇൻഡിവിജ്വേറ്റഡ് പേഴ്സൺ ആകാൻ ചാൻസസ് കൂടുതൽ. ഇനി 35 കറക്റ്റ് ആ 35 മുതൽ എബോവ് ആയിട്ടുള്ള എല്ലാവരും ഇൻഡിവിജ്വേറ്റഡ് പേഴ്സൺ ഒന്നുമല്ല. കുറച്ച് ആലോചിക്കുന്നവർ, നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർ, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചവർ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. അല്ലാതെ 35 എന്ന ആ കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഏജ് ഒന്നും അല്ല. ചിലപ്പോൾ 36 അല്ലെങ്കിൽ 34 തന്നെ ചിലർക്ക് അങ്ങനെ തോന്നിന്ന് വരും. ചിലർക്ക് 40 വയസ്സ് കഴിഞ്ഞാലും അങ്ങനെയൊന്നും തോന്നിന്ന് വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾഡർ ആകുന്തോറും ഇൻഡിവിജ്വേഷൻ കൂടി വരും. Since this individual person have achieved a high level of self-knowledge, they know themselves at both conscious and unconscious level. അപ്പൊ അയാൾ ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറ്റും? കോൺഷ്യസ് അൺകോൺഷ്യസ് ലെവൽസിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും അയാൾ തന്നെയുള്ള. അക്സെപ്റ്റൻസ് ഓഫ് സെൽഫ് ഓൾസോ കംസ് അലോങ് വിത്ത് സെൽഫ് നോളജ്. The third characteristic of individuated person is the integration of self, totalization. അതാണല്ലോ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ സം. അയാളിൽ തന്നെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഹാർമണൈസ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള എല്ലാത്തിനെ പറ്റി, ഇൻ ഓൾ വേസ്, ഓപ്പോസിറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാത്തിലും അയാൾക്ക് ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഹാർമണി വരും. ഹെൽത്തി പേഴ്സൺസ് മേ ക്യാരക്ടറിസ്ഡ് ബൈ അക്സെപ്റ്റൻസ് ഓഫ് അൺനോൺ ആൻഡ് മിസ്റ്റീരിയസ്. ഹെൽത്തി പേഴ്സൺസ് എന്ത് പറ്റും? എല്ലാ അൺനോണിനെ മിസ്റ്റീരിയസിനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മളാണെങ്കിലോ അതങ്ങനെയൊന്നും അല്ല, അത് കണ്ടിട്ടില്ലാരും, അങ്ങനെയൊന്നും അല്ല, ശരി, ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. റിസർച്ച് എംഫാസിസ് ആൻഡ് മെത്തേഡ്സ്. ദ സോഴ്സ് ആർ വേരിഡ് സച്ച് ആസ് ക്ലിനിക്കൽ ആൻഡ്. അപ്പോൾ ഈ ജങ്സിന്റെ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ പേഴ്സണാലിറ്റി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആൻസർ ഒക്കെ ആയിട്ട് വരുന്ന കേട്ടോ ഇത്. അപ്പൊ ക്ലിനിക്കൽ എക്സ്പെരിമെന്റ്, റിസർച്ച്, അതിന്റെയൊക്കെ ഡ്രീംസിന്റെ വിഷ്വൽ ഇൻഡിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ പറയുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. പിന്നെ പാരാ സൈക്കോളജി, അതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ല, അസ്ട്രോളജി, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് റിസർച്ചിൽ. പിന്നെ ഈ ജങ്സിന്റെ എല്ലാ തിയറീസും സ്പെക്യുലേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഊഹക്കച്ചവടം എന്ന് കേട്ടിട്ടില്ലേ? സ്പെക്യുലേറ്റീവിന്റെ മീനിങ് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ക്രിറ്റിസിസം അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അയാൾക്ക്. പിന്നെ അമേരിക്കൻ സൈക്കോളജിസ്റ്റിന് ഭയങ്കര അട്രാക്ഷനാണ് ജങ്സിന്റെ തിയറിയുടെ. കാരണം അതിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തിയറിയുടെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ടെസ്റ്റുകൾ, അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആപ്ലിക്കേഷൻസ്, ലൈവായിട്ടുള്ള ടെസ്റ്റുകൾ അങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ സൈക്കോളജിയിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഈ ജങ്സിന് അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ദ എക്സ്പെരിമെന്റ് റീഡ് എ സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് വൺ അറ്റ് എ ടൈം ഓഫ് ടു ഈച്ച് വേർഡ്. ദ ടൈം ദ സബ്ജക്ട് took to respond to each word has measured with a stopwatch. Since various psychological functions are involved in emotion, subjects were responding to his word list. അപ്പൊ ഇതാണ് ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. കുറച്ച് വാക്കുകൾ ലിസ്റ്റ് കൊടുത്തിട്ട് അത് വായിക്കാനൊക്കെ പറയും. അപ്പൊ അതിന്റെ മീനിങ് അല്ലെങ്കിൽ ആ വേർഡിനോട് ഒരാളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് പല അയാളുടെ സ്വഭാവങ്ങളും അയാളുടെ നേച്ചറും അതെല്ലാം നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ഈ പേഴ്സണാലിറ്റി തിയറിയുടെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നതാണ്.
ക്വസ്റ്റ്യൻ ഉണ്ടത്. The word association test used by Jung was used as a way of getting quick clues to important complexes. This technique was also used to investigate some instance of thievery and at the University of Zurich. അവിടെ ഒരു റോബറി നടന്നത് പോലും കള്ളന്മാര് വന്ന് കയറിയത് പോലും ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആ കൊള്ളാം അതുപോലും കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റും കൊണ്ട് പറ്റിയെന്ന്. അത് ചിലപ്പോൾ എന്തെങ്കിലും അതിനെ ലിങ്ക് ചെയ്യുന്ന വേർഡ്സ് പറയുമ്പോൾ ഇത് എടുത്താണ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതല്ലേ, തിയറിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഇയാളെ ഇങ്ങനെ നല്ലൊരു പൊസിഷൻ കൊടുത്ത് വെച്ചത്. ഇനി സൈക്കോളജിക്കൽ ടൈപ്സ് എന്തൊക്കെയാണ്? സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദിസ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് പറയുന്നുണ്ട്, മൈസ് ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ മയേഴ്സ് ആൻഡ് മെഗ്ലോളി കണ്ടുപിടിച്ചതാണ് 1985. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ ഡിസൈൻ ടു മെഷർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ജങ്സ് ടൈപ്പോളജി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സച്ച് റിസർച്ച്. അതൊരു ഇൻഡിക്കേറ്റർ ആട്ടോ, അല്ലാതെ ഒരു ഇൻസ്ട്രുമെന്റ് അങ്ങനെയല്ല. കുറച്ച് ക്വസ്റ്റ്യനെയർസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് ഇൻസ്ട്രുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു മെഷീൻ അല്ലാതെ. സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദിസ് ഇൻസ്ട്രുമെന്റ് സപ്പോർട്ട് സർട്ടൻ ജംഗിയൻ പ്രിഡിക്ഷൻസ് ബട്ട് അബൌട്ട് ഹൗ വേരിയസ് പേഴ്സണാലിറ്റി ടൈപ്പ് ഷുഡ് ഡിഫർ ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ മെമ്മറീസ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ഡ്രീംസ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനെയർസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയതും നമ്മുടെ ആപ്ലിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യന് വരുന്ന ഒരു ആൻസർ ആണ്. അയാളെ കണ്ട ഡ്രീംസ് വെച്ചിട്ടും അയാളുടെ മെമ്മറീസ് വെച്ചിട്ടും കുറച്ച് ക്വസ്റ്റ്യനെയർസ് കൊടുത്തു കഴിഞ്ഞാലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു പെട്ടെന്ന്. എന്താ അയാളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖം പോലും അയാളുടെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ആർക്കിടൈപ്സ് അനാലിസിസ് ഓഫ് ഡ്രീംസ് ആൻഡ് അതർ അൺകോൺഷ്യസ് മെറ്റീരിയൽ. അപ്പൊ ഡ്രീംസിന്റെ ക്ലിയറസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ അൺകോൺഷ്യസ് മൈൻഡ് ആണ് ജെങ്സ് പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിന്റെ എക്സ്പ്രഷൻസ് ആണ് ഡ്രീംസ്. സ്പോണ്ടേനിയസ് ആയിരിക്കും, അത് ഇംപാർഷ്യൽ ആയിരിക്കും. ഡ്രീമിൽ ഒരാളെ ഇഷ്ടം ഒരാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു സാധനം ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമില്ല, അതൊരു സ്വപ്നമല്ലേ. അപ്പോൾ അൺവാർണിഷ്ഡ് ആണ്, നാച്ചുറൽ ട്രൂത്ത് ആണ് ഡ്രീം. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണുള്ളത് അത് നമ്മൾ കാണും. ലിറ്റിൽ ഡ്രീം ആണെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് ഡ്രീംസ് ആണെങ്കിൽ പല പ്രാവശ്യമൊക്കെ കാണുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അൺകോൺഷ്യസ് മൈൻഡിൽ അതൊക്കെ അടിഞ്ഞു കിടപ്പുണ്ട്, അതാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും കാണുന്നത്. ജങ് അനലൈസ്ഡ് എവറി ഡ്രീം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദോസ് ദാറ്റ് പ്രിസീഡഡ് ആൻഡ് ഫോളോഡ് ഇറ്റ്. അതിന് മുമ്പ് കണ്ടതും അതിന് ശേഷം കണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ തേർഡ് മെത്തേഡ് ഓഫ് അനാലിസിസ് യൂണിറ്റ് ടു ജങ് ഈസ് ദാറ്റ് ഓഫ് ആക്റ്റീവ് ഇമാജിനേഷൻ. എന്താണ്? സബ്ജക്ട്സ് ആർ ആസ്ക്ഡ് ടു കോൺസെൻട്രേറ്റ് their attention to an exclusive elusive dream image or a spontaneous visual image conjured consciously and at will, and to observe the changes that take place in it. അപ്പോൾ ഡ്രീമിനെ പറ്റിയൊക്കെ എപ്പോഴും സ്വപ്നം കാണുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അവരെപ്പോഴും ബോധേഡാണെങ്കിൽ അവരെ എന്ത് ചെയ്യും? ആ ഇലൂസീവ് ഡ്രീമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. സബ്ജക്ട്സ് എന്ന് ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടില്ലേ? സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ്. അതായത് ഒരു പേഷ്യന്റിനെയാണ് ഈ പറയുന്നത്. അവരോട് പറയും ഇല്യൂഷൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ എന്താ, വല്ല വിഷ്വൽ ഇമേജോ അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? ഒരു ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം. Evaluation. Jung's formulations have had relatively little viable impact on psychological research except for the word association test and this concept introversion, extroversion. This is largely because neither Jung nor his followers have attempted to quantify these formulations. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ആവശ്യമാണ്. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യനർ ഒക്കെ കൊടുത്താൽ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ കിട്ടുള്ളൂ. അത് അങ്ങനെ ആരും ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. In summary, Jung's theory of personality as developed in his prolific writings and as applied to wide range of phenomena stands as one of the most remarkable achievements in modern thought. Modern thought ൽ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണ് ജെങ്സ് കൊണ്ടു തന്നിരിക്കുന്നത്. അയാളുടെ ബുക്സ് വൈഡ് റേഞ്ച് ഓഫ് ഫിനോമിന അതൊക്കെ വളരെ റിമാർക്കബിൾ ആണെന്ന്. ഇനി സമ്മറി, നമ്മൾ എന്തൊക്കെ പഠിച്ചു?
Jung developed a personality typology with distinguish the introversion and extraversion qualities. അന്തർമുഖത്വം പുറംമോടി പിന്നെ ഡിഫൈൻഡ് വേവ്സ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഗ്രഷൻ റിഗ്രഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വേഷൻ പറഞ്ഞു. ട്രാൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഹെൽത്തി പേഴ്സണൽ ഡെവലപ്മെന്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ അക്സെപ്റ്റൻസ് ഓഫ് ദ അൺനോൺ ആൻഡ് മിസ്റ്റീരിയസ്. അതും പറഞ്ഞു. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഉള്ള ആൾ എന്താണെന്ന് പറയുന്നത് മിസ്റ്റീരിയസ് ആയിട്ടുള്ളതും അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ എന്ത് പറ്റും അക്സെപ്റ്റ് ചെയ്യണം അയാൾ, തർക്കിക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 4th ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് നേരെ ഈ മെറ്റീരിയലിൽ നിന്ന് എടുത്തു പോകാവുന്നതേ ഉള്ളൂ. Do you consider that biographical background could have influenced Jung in formulating his theory of personality? Yes. നമുക്കറിയാം എല്ലാവരുടെയും ബയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് പേഴ്സണാലിറ്റി തിയറിനെ അഫക്ട് ചെയ്യും. അപ്പോൾ മാർക്ക് അനുസരിച്ച് യെസ് എന്ന ആൻസർ കൊടുക്കുക. അയാളുടെ ബയോഗ്രഫി എന്താണെന്ന് വെച്ച് എഴുതുക. അതുകൊണ്ട് അയാൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള സമ്മറിയിൽ നിന്ന് എടുത്തെഴുതുക. വാട്ട് ആർ ദ ബേസിക് പ്രൊപ്പോസിഷൻസ് ഓഫ് ജങ്സ് പേഴ്സണാലിറ്റി തിയറി അറിയാം. വാട്ട് എക്സ്ട്രോവേഷനും ഇൻട്രോവേഷനും പ്രൊപ്പോസിഷൻസ് ഡിഫറെന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി അറിയാം. ജങ്സ് വ്യൂ ഓൺ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ഓക്കെ. ഇലാബറേറ്റ് ദി ഇൻഡിവിജ്വേഷൻ ആൻഡ് ട്രാൻസ്ഡെന്റ് ഫങ്ഷൻസ് ഓക്കെ. ഡിസ്ക്രൈബ് ആർക്കിടൈപ്പ് അക്കോർഡിംഗ് ടു ജങ് അറിയാം. എലൂസിഡേറ്റ് ദ പോസിബിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ജങ്സ് പേഴ്സണാലിറ്റി തിയറി. അതാണ് ടെസ്റ്റുകൾ. നമ്മൾ പറഞ്ഞില്ലേ ടെസ്റ്റുകളുടെ കുറച്ച് ടെസ്റ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. അതാണ്. ഇനി ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചില ദിവസമൊക്കെ നേരത്തെ നിർത്തുന്നില്ലേ, അപ്പൊ അതുകൊണ്ടൊക്കെ വേണം ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ജങ്സിന്റെ തിയറീസിനെ പറ്റി പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറയുന്നു, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഒന്നും കൂടെ ഒന്ന് പറയുന്നു എന്നുള്ളൂ. ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷനും ഒക്കെ വെച്ചിട്ടൊന്ന് പറയുന്നു എന്നുള്ളൂ. പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ. ഇൻട്രോവേർഷൻ എക്സ്ട്രാവേർഷൻ എന്നൊക്കെ പലതും ഈ ഫിഗർ ഒക്കെ ഒന്ന് വരുമ്പോൾ ഇത് കണ്ടോ, ഇത് കാണിക്കാനാണ് ഞാൻ മെയിനായിട്ടും ഇത് എടുത്തത്. ഗ്രാഫിക്കലി പറയുമ്പോൾ പറഞ്ഞില്ലേ ഇത് ഫങ്ഷൻസ്, എന്ത് ഫങ്ഷൻസ് ആണ് ഇത് ആക്ച്വലി. ഇത് നമ്മുടെ ഇൻട്രോവേർഷനെയും എക്സ്ട്രാവേർഷനെയും അന്തർമുഖത്വത്തിനെയും പുറമോടിനെയും എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഫങ്ഷൻസ് അല്ലെ. തിങ്കിങ്, സെൻസേഷൻ, ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഈ പിക്ടോറിക്കൽ. ഇത് കാണിക്കാനാണ് ഞാൻ ഈ PPT എടുത്തു തന്നെ. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പം ഉണ്ടാവും മനസ്സിലാക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എക്സ്ട്രാവേർഷന്റെയും ഇൻട്രോവേർഷന്റെയും, അതായത് പുറംമോടിയുടെയും അന്തർമുഖത്വത്തിന്റെയും എന്ത് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ അറിയിക്കുന്നത്. മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ അന്തർമുഖനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന, നമ്മളവരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. തിങ്കിങ് കൊണ്ട്, ഫീലിംഗ് കൊണ്ട്, സെൻസേഷൻ, ദെൻ എന്താണ് ഇൻഡ്യൂട്ടിങ്. അപ്പൊ അതൊക്കെ അത് ഇൻഡ്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവബോധം അല്ലെ. അപ്പൊ ഈ 4 കാര്യങ്ങൾ പലരിലും പ്രപ്പോസിഷൻ അനുപാതം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലരിൽ ചിലത് കൂടി നിൽക്കും. അത് പറയാനായിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ആപ്ലിക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ആപ്ലിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ വേർഡ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ. ജങ്സിനെ അമേരിക്കൻ സൈക്കോളജിസ്റ്റിന്റെ ഇടയിൽ വളരെ ഫേമസ് ആക്കിയതാണ് ഈ ടെസ്റ്റുകൾ. ക്വസ്റ്റിനെയറും ഉണ്ട്, 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആ ക്വസ്റ്റിന്റെ ആൻസറിൽ മയേഴ്സ് ബ്രിഗ്സ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ വേർഡ് ടെസ്റ്റ്. ആ 2 ടെസ്റ്റുകളും ജങ്സ് തിയറിയുടെ ആപ്ലിക്കേഷനിൽ വരുന്നത്.